ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എഗ് മസാല കറിയാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ കുറച്ചൊക്കെ എഗ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. വീണ്ടും ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് എടുത്തിട്ടുള്ളതെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാനിത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 8 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിൽ 6 എണ്ണം ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി 2 എണ്ണം ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആദ്യം ഞാനൊരു മസാല തയ്യാറാക്കുന്നതിന് ഒരു 15 ചെറിയ സൈസിലുള്ള വെളുത്തുള്ളി, 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, അതുപോലെ ഒരു 5 കാശ്മീരി മുളക് പൊടി ഞാൻ ചുടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്തിട്ട് ഒരു പേസ്റ്റ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു തവ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുക്കിംഗ് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇവിടെ ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഹാഫായിട്ട് കട്ട് ചെയ്ത എഗ്ഗുകൾ ഓരോന്നായിട്ട് ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ മാത്രം നമ്മൾ 2 മിനിറ്റ് നേരം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇത് നമ്മുടെ എഗ്ഗ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. നമുക്കിനി മസാലകളെല്ലാം തയ്യാറാക്കുന്നതിന് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്തതിന് ശേഷം നമ്മുടെ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കാശ്മീരി മുളക് ചേർത്തിട്ടുള്ള ആ ഒരു മസാലയും കൂടി ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം 3 തക്കാളി മീഡിയം സൈസിലുള്ള ചെറുതായി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മളിതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. ആ സമയത്ത് ഞാനിവിടെ ഒരു ജാറിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഒരു 3 ഒനിയൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ 3 മിനിറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മസാലയുടെ ആ പച്ചമണമൊക്കെ പോയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്ന സമയത്ത് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്ത ആ ഒനിയൻ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാല ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് നേരം നമ്മളിതൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗുകൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ യെല്ലോ ഭാഗം താഴ്ത്ത് വരുന്ന പോലെയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ് ചേർക്കുന്നത്. അതിനുശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മൾ 8 എഗ്ഗ് എടുത്തതിൽ 1 എഗ്ഗ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എഗ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് എഗ് മസാലകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതിപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എഗ് മസാല കറിയാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് ഒരു എഗ്ഗും കൂടെ നമ്മുടെ അടുത്ത് ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ കുറച്ച് മല്ലിയില കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ എഗ് മസാല കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമ്മൾ വീഡിയോയിലൂടെ കണ്ടു. ഇനി എല്ലാവരും ഇതൊന്ന് നിങ്ങളുടെ വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, എന്നാൽ വളരെ ഡിഫറെൻ്റ് ആണ്. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.